മകൻ അമ്മയെ അമ്മയായിട്ട് കാണണം. ശരി തന്നെയാണ്. അതുപോലെ തന്നെ അമ്മ എന്ത് ചെയ്യണം? മകനെയും മകന്റെ കൂട്ടുകാരെയും മകനായിട്ട് കാണണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രേണു ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, അതിന്റെ കാരണം കിച്ചു ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറയുവാണെങ്കിൽ ആ വീഡിയോക്കകത്ത് പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ്. അതായത് രേണുവിന് ഇതിനു മുമ്പും ഇതിനെക്കാട്ടിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് രേണുവിന്റെ പേരില് രേണുവിന് ദുബായിൽ ഒരുപാട് ഇടപാടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് മോശമായിട്ട് അവരെ കുറിച്ചിട്ട് ആളുകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ വോയിസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും രേണുസുതിക്ക് ഇത് തോന്നിയില്ല. പിന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് രേണുവിനെ കുറിച്ച് ഒരുപാട് കാര്യം പറഞ്ഞിരുന്നു. ആരോ വിളിച്ചു പറഞ്ഞ ഒരു സംശയത്തെ തുടർന്ന് എയർപോർട്ടിൽ വന്നപ്പോഴത്തേനും രേണുസുതിയുടെ ബോഡി ഫുള്ള് ചെക്ക് ചെയ്തിരുന്നു. ആ സമയത്തും രേണുസുതിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നിയില്ല. കിച്ചു വന്നു എന്തോ പറഞ്ഞെന്നോർത്തോണ്ട് രേണു ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് ഒരാൾ പറയുന്നത് വീഡിയോയില്, കിച്ചു എന്നെ കാണാൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ആദ്യം ഒരു വീഡിയോ ഇട്ടത് രേണുവാണ്. അതിനുശേഷം കിച്ചുവിന് കുറെ സൈബർ അറ്റാക്ക് ഉണ്ടായി. അതിനുശേഷമാണ് കിച്ചു വീഡിയോ ഇടുന്നത്. സത്യം പറയുവാണെങ്കിൽ രേണുവിന് അങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യമില്ല. ഇവരൊരു ഫാമിലിയിലുള്ള ആളുകളാണ്. ഇവര് പരസ്പരം സംസാരിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രശ്നം വീട്ടിൽ തന്നെ തീർക്കുക. ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ടിട്ട് കിച്ചുവിന് സൈബർ അറ്റാക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരാവശ്യമില്ല രേണുവിന്. കിച്ചുവിനെതിരെ ഒരുപാട് ആളുകൾ അവന്റെ കമന്റ് ബോക്സിൽ, അതായത് ഇൻസ്റ്റഗ്രാമിന്റെ കമന്റ് ബോക്സിലൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കമന്റ് ഇട്ടു. അതിനുശേഷമാണ് അവൻ വന്നിട്ട് രേണുവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതായത് അവൻ ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വഴിയൊരുക്കി കൊടുത്തത് രേണുസുതി തന്നെയാണ്. ഇവളുടെ മൂത്ത മകനെന്ന് അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തുടങ്ങിയത്. ഇയാളുടെ പേരാണ് അൻഷാദ്. രേണുസുതിയുടെ കൂടെയൊക്കെ അഭിനയിച്ച ഒരാളാണ്. ഇയാൾ പറഞ്ഞത് രേണുസുതി ആത്മഹത്യയിൽ ഒരുങ്ങി രേണുസുതിയുടെ ചേച്ചിയുടെ ഭർത്താവ് കണ്ടുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന്. സത്യം പറയുവാണെങ്കിൽ കിച്ചുവിനെ നാറി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാനുള്ള റൈറ്റ് ഇവൻ എന്താണുള്ളത്? കിട്ടിയിട്ടുള്ള പെറ്റമ്മയുടെ സ്നേഹം കിട്ടും. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോട്ടെ, പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം, ശരിയല്ലേ? അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ സത്യം പറയുവാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്ന് മനസ്സിലാകും. വളരെ മോശമായിട്ടുള്ള പരാമർശമാണ് നടത്തുന്നത്. ഒരു അമ്മയും മോനെയും വെച്ചിട്ട് എന്റെ വാഗുണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല. കാരണം വളർത്തമ്മയാണെങ്കിലും അമ്മ തന്നെയാണ്. പക്ഷെ ഇതുപോലെ മോശമായിട്ടുള്ള കാര്യം കിച്ചുവിനെതിരെ പറയുമ്പോഴത്തേനും രാജ് ടോക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് നോക്കാം. ഇത് തന്നെയാണ് ഒളിഞ്ഞും തെളിഞ്ഞും രേണുസുതി അന്നത്തെ വീഡിയോ പറഞ്ഞത്. അതായത് ഞാനും നിനക്കും അറിയാവുന്ന പല രഹസ്യങ്ങളും ഞാൻ പുറത്തു പറഞ്ഞാൽ നമ്മുടെ ഭാവിയെ തന്നെ ബാധിക്കും. ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞേട്ടാ, അവിടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ഞാൻ പറഞ്ഞേട്ടാ, പെറ്റമ്മയായിട്ട് കാണണം. മറ്റൊരു കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ സ്നേഹം കിട്ടും എന്നുള്ളതാണ്. ഞാൻ തിരിച്ച് നീ കേൾക്കാൻ, ഈ പെറ്റ അമ്മയില്ലേ, ഈ അമ്മ മകനെ മകനായിട്ട് കാണണമെന്ന് പറഞ്ഞു. മകനെ മാത്രമല്ല മകന്റെ കൂട്ടുകാരെയും, എങ്ങനെ മകനെ മാത്രമല്ല മകന്റെ കൂട്ടുകാരെയും സ്വന്തം മകനെ പോലെ കരുതണം എന്നുള്ളതാണ്. നീ ഇപ്പൊ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? നീ പറയണല്ലോ, നീ അവന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണല്ലോ. ചെന്ന് അന്വേഷിക്ക്. ഇവൾ ഇതിനു മുമ്പ് ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അവൾ അച്ഛൻ തങ്കു ഇതുപോലെ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിട്ട് എന്തിനാണ് എന്ന് നീ പോയി അന്വേഷിച്ച് നോക്ക്. ഇദ്ദേഹത്തിന് അറിയാം, മാത്രമല്ല പല യൂട്യൂബേഴ്സിനും ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവരൊന്നും പുറത്തു പറയാത്തത് അവരുടെ പേഴ്സണൽ കാര്യമാണ്, അത് പുറത്തു പറയേണ്ട ആവശ്യമില്ല. പക്ഷെ രേണു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചു ഇത് പുറത്തു പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത്. അവിടെ ചേച്ചി ആയിക്കോട്ടെ, അവിടെ അച്ഛനായിക്കോട്ടെ, ഇത് സമ്മതിക്കുന്ന പലരും പലരേലും ഉണ്ട്. അതെടുത്ത് ഇടരുത്, നാറ്റിക്കരുത് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. കാരണം പുള്ളിയുടെ അതിന്റെ പ്രൂഫ് ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി എടുത്ത് കാണിക്കും എന്നാണ് പറയുന്നത്. പുള്ളിക്ക് മാത്രമല്ല കുറെ യൂട്യൂബേഴ്സിന്റെ ഇതിന്റെ പ്രൂഫ് ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ ഈ രേണുസുതിയുടെ വിഷയം സംസാരിക്കുമ്പോഴത്തേനും എന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരാളാണ് സിന്ധു ചേച്ചി. രേണുസുവിനെ കുറിച്ച് എന്തിട്ടാലും പുള്ളിക്കാരി വന്നിട്ട് കമന്റ് ഇടും. അതായത് നെഗറ്റീവായിട്ട്, നീ ചിലവിന് കൊടുക്കാനൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. സത്യം പറയുവാണെങ്കിൽ രേണുസുതി എന്റെ മാമിയുടെ മോളൊന്നുമല്ല ഞാൻ ചെലവിന് കൊടുക്കാനായിട്ട്. അവര് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവളുടെ മൂത്ത മകനെന്ന് അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തുടങ്ങിയത്. ഇവൻ അവരുടെ വീട്ടിൽ ആരാണ്? സത്യം പറയുവാണെങ്കിൽ അവരുടെ വീടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരുത്തരാണ് കിച്ചുവിനെ വന്നിട്ട് നാറിയത് വിളിക്കുന്നത്. അവരമ്മയും മോനും കുടുംബക്കാരുമാണ്. അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് അഭിപ്രായം പറയാനായിട്ട് ഇവനാരാണ്? കിച്ചു നാറിയാണെങ്കിൽ അതിലും വലിയ നാറിയാണ് നീ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് അതിൽ അഭിപ്രായം പറഞ്ഞിട്ട് അവരുടെ കുടുംബത്തിലുള്ളവരെ തെറി വിളിക്കുന്നു. അതിന്റെ ആവശ്യം നിനക്ക് എന്താണ്? പിന്നെ ഇവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കിച്ച് ഫാസ്റ്റ് ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ. രേണുസുതി ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ഒക്കെ കടയിൽ കയറി കഴിച്ചെന്ന്. എന്നിട്ട് പൈസ കൊടുക്കാനില്ലാതെ പിന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ കടയിൽ നിന്ന് പോകുന്നെന്ന്. ആ കടക്കാരൊക്കെ ഇവനെ വിളിച്ചിട്ട് ഇവനോട് പൈസ വെച്ചെന്നാണ് പറയുന്നത്. അതായത് രേണുസുതിയെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട്. രേണുസുതിയെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഇവനെ എന്തിനാണ് വിളിച്ചിട്ട് പൈസ ചോദിക്കുന്നത്? ഇവൻ ആരാണ്? അതായത് കിച്ചു കടയിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു, കൊടുക്കാനായിട്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് രേണുസുതിനെയോ രേണുസുതിയുടെ ചേച്ചിയുടെ ഭർത്താവിനെയോ
ഒക്കെ വിളിച്ചു നോക്കുന്നത് കുഴപ്പമില്ല, ഒരു കുടുംബത്തിലുള്ള ആളുകളാണ്. പക്ഷെ പുറത്തുള്ള ഒരാളെ വിളിച്ചിട്ട് പറയുവാണ് രേണുസുതിയുടെ മകന് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചു, പൈസ തന്നില്ലെന്ന്, അത് നിങ്ങൾ തരണമെന്ന്. അത് ഇവനോട് വിളിച്ചു പറയുന്നത് എന്തിനാണ്? എനിക്ക് കിച്ചുവിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഇവൻ പറഞ്ഞാൽ കള്ളമാണെങ്കിൽ ഇവനെതിരെ കൊണ്ടുപോയി കിച്ചു കേസ് കൊടുക്കണം. അതായത് എനിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ നോക്കി എന്ന് പറഞ്ഞിട്ട്. അതായത് കിച്ചു ഒറ്റയ്ക്ക് ജീവിക്കാൻ തയ്യാറായി ഒരു ബ്രാൻഡ് ഒക്കെ ഓപ്പൺ ചെയ്ത് ജീവിച്ചു പോകുമ്പോഴത്തേനും അവനെ സൈബർ ബുള്ളിങ് ഇട്ട് കൊടുക്കുന്നു. ഈ ക്യാൻസർ ആയ സമയത്തും രേണുസുതി ഒരുപാട് കള്ളം പറയുന്നുണ്ട്. അതായത് രേണുസുതി കിച്ചുവായിട്ട് സംസാരിച്ചെന്ന് പറയുന്ന ചാറ്റ് ഉണ്ടായിരുന്നു, ആ ചാറ്റ് ഫേക്ക് ആണെന്ന് പറയുന്നുണ്ട്. അത് ക്രോസ് ചെക്ക് ചെയ്യാനൊന്നും ഞാൻ പോയില്ല, ആളുകൾ അത് ഫേക്ക് ആണെന്ന് പറയുന്നുണ്ട്. ഓരോ ആളുകൾ ചെക്ക് ചെയ്തിട്ട് ഫേക്ക് ആണെന്ന് യൂട്യൂബ് ചാനലൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട്. രേണുസുതി പറയുന്ന ഒരു കാര്യമുണ്ട്, ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ തന്നെ രേണുസുതി അറിഞ്ഞിരുന്നു, അത് ചികിത്സിച്ചില്ലെന്നാണ് പറയുന്നത്. സത്യം പറയുകയാണെങ്കിൽ പല്ല് ശരിയാക്കാനായിട്ട് 4.5 ലക്ഷം രൂപയായി. ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ചികിത്സിക്കാറുന്നല്ലോ. രേണുസുതി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. കാരണം രേണുസുതി ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഇന്നലെ ചെയ്യണം. കാരണം കിച്ചു മിനിഞ്ഞാന്നാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. രേണുസുതി ഇന്നാണ് ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടാണ് ഈ അൻഷാദ് വന്നിരുന്ന് പറയുന്നേ. ഒരു തരത്തിൽ പറയുവാണെങ്കിൽ കിച്ചുവും രേണുസുതിയുടെ ഒരു മകനല്ലേ. ഇപ്പം അൻഷാദ് എന്ന് പറഞ്ഞ ആള് പറയുന്ന കാര്യങ്ങളൊക്കെ രേണുസുതി അറിഞ്ഞിട്ടാണ് വന്ന് പറയുന്നെങ്കിൽ, അതായത് ഇതുപോലത്തെ കള്ളം വന്ന് പറയുന്നെങ്കിൽ ഒന്ന് ഊഹിക്കാലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോഴത്തേനും കിച്ചുവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കത്തില്ലേ? അവനെ കൊടുക്കാനായിട്ട് നോക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രേണുസുതിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അവനെതിരെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെന്ന്. കിച്ചു ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വെളിപ്പെടുത്തും എന്നുള്ള രീതിയിലാണ് രേണു സംസാരിക്കുന്നത്. സത്യം പറയുവാണെങ്കിൽ അവൻ അമ്മയും ഇല്ല, അച്ഛനും ഇല്ല, അവനാരും പറഞ്ഞു കൊടുക്കാനില്ല. അപ്പൊ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ രേണു വേണം പറഞ്ഞു കൊടുക്കാനായിട്ട്. സത്യം പറയുവാണെങ്കിൽ കുറച്ചുനാൾ മുമ്പ് കിച്ചു വീഡിയോ ഒക്കെ ഇടുന്നത് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും രേണുസുതിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും നെഗറ്റീവായിട്ടുള്ള കുറച്ച് സൈന് ആ ഫ്രണ്ട്സ് നൽകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അവരുടെ പറച്ചിലൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, രേണുസുതിയെ നെഗറ്റീവായിട്ട് പറയുന്ന രീതിയിൽ. സത്യം പറയുവാണെങ്കിൽ അവരത് ഓപ്പണായിട്ടൊന്നും പറയുന്നില്ല, മനസ്സിൽ എന്തൊക്കെയോ വെച്ച് സംസാരിക്കുന്ന രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അവർ പറയുന്നുണ്ട്. രേണുസുതിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള സജീന എന്ന് പറയുന്ന ബ്ലോഗർ ഉണ്ട്. പണ്ട് മുതലേ രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പൊ രേണുസുതിയായിട്ട് പിണങ്ങി എന്നാണ് തോന്നുന്നത്. കാരണം രേണുസുതിയുമായിട്ട് പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ഇവരെ ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അത് ഇവർ ചെയ്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അതായത് രേണുസുതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും ഇവർ രേണുസുതിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്ന ആളാണ്. പക്ഷെ ഇവർക്കൊരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേനും, അതായത് രേണുസുതിക്ക് വേണ്ടി ഇവർ പണപ്പിരിവ് നടത്തിയെന്നുള്ള പരാമർശം സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴത്തേനും ഇവർക്ക് വേണ്ടി ഒന്നും പറയാനായിട്ട് രേണുസുതി സോഷ്യൽ മീഡിയയിൽ വന്നില്ല, ഒരു വീഡിയോ പോലും ഇട്ടില്ല. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും രാവിലെ എന്നോട് ചോദിച്ച ഒരു വീഡിയോ കണ്ടിട്ട് ഇത് സത്യമാണോ ഫേക്ക് ആണോ എന്നുള്ള രീതിയിൽ, സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അവരെ വീട്ടിൽ വിളിച്ചപ്പോൾ അച്ഛനോട് ഞാൻ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവര് പറയുന്നതിനെക്കാട്ടി കൂടുതൽ വലുതൊന്നും അല്ലല്ലോ ബാക്കിയുള്ള വീടെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അതായത് സജീന പറയുന്നത് രേണുസുതിയുടെ അച്ഛനുമായിട്ട് സജീന സംസാരിച്ചു. അപ്പോൾ രേണുസുതിയുടെ അച്ഛൻ പറഞ്ഞെന്നാണ് പറയുന്നത് എന്റെ മകൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഇതാരാണ് പറഞ്ഞതെന്ന് പുള്ളി ചോദിച്ചെന്നാണ് പറയുന്നത്. സത്യം പറയുവാണെങ്കിൽ ഇയാൾ എന്തുദ്ദേശത്തോടു കൂടിയാണ് ഈ കാര്യം എന്ന് പറഞ്ഞത്? അതായത് അവരുടെ ഫാമിലി അറിഞ്ഞിട്ടില്ല ഈ കാര്യം. രേണു ഹോസ്പിറ്റലായിരുന്നു, രേണുവിന് ക്യാൻസർ ആണ് എല്ലാവർക്കും അറിയാലോ. പക്ഷെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി ഒന്ന് തൂങ്ങിയായിരുന്നു. എനിക്ക് തോന്നുന്നു കിച്ചുവായിട്ട് ഇവൻ എന്തോ പേഴ്സണൽ ഇഷ്യൂ ഉണ്ടെന്ന്, അതിന്റെ പേരിലായിരിക്കും ഇവൻ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത്. അല്ലാതെ രേണുവിന്റെ ഫാമിലി ഒന്നും ഇവനെ ഒന്നും പറയാനായിട്ട് ഏൽപ്പിച്ചിട്ടില്ല. ഇവൻ കള്ളത്തരമാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നിരുന്ന് പറയുന്നത്. ഇവന്റെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു പ്രൂഫും ഇല്ലാതെ രേണുസുതി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞോട്ട് ഇവൻ വന്നിരുന്ന് പറയുവാണ്. അതായത് ആരാണ് ഇവനോട് പറഞ്ഞത്? ആ കാര്യമെങ്കിലും പറയണ്ടേ? ഇവൻ പറയുന്നു രേണുസുതിയുടെ ചേച്ചിയുടെ ഭർത്താവ് നോക്കിയപ്പോഴാണ് ഇത് അറിഞ്ഞതെന്ന്. ഈ ന്യൂസൊക്കെ ഇവൻ എവിടെ നിന്ന് കിട്ടുന്നു? സജീന പറയുന്ന ഒരു കാര്യമുണ്ട്, രേണുസുതിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു എടുത്തിയാട്ടം ഉണ്ടായിട്ടില്ല, അതിനുള്ള എല്ലാ പ്രൂഫും സജീനയിലുണ്ട്, അത് വേണമെങ്കിൽ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ കൊടുക്കാന്ന് പറയുന്നുണ്ട്. സത്യം പറയുവാണെങ്കിൽ ഈ പൊട്ടൻ ചെയ്തിട്ട് ചുമ്മാ പറഞ്ഞ കാര്യങ്ങളാണ്. കിച്ചുവിനെതിരെ കേസ് കൊടുക്കുക, എനിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ നോക്കി എന്ന് പറഞ്ഞോണ്ടേ ഇവൻ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു. ഇനി കിച്ചുവിനെ കുറിച്ച് ഇതിലും മോശമായിട്ട് കൂടുതലായിട്ടും പറയും, അത് 100% ഉറപ്പാണ്. കാരണം ഇല്ലാത്ത ഒരു കാര്യം ഇവൻ ഉണ്ടാക്കി പറഞ്ഞു. ഇനി എന്തെങ്കിലും കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവൻ കൂട്ടി പറയും. ഇവന്റെ വീഡിയോ ഞാൻ ഫുള്ള് കണ്ടിരുന്നു. കിച്ചു എന്തൊക്കെയോ ചെയ്തു, രേണുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യം പറയുവാണെങ്കിൽ കിച്ചുവിനെ കൊടുക്കാനാണ് ഇവൻ നോക്കുന്നത്. കുറച്ചുനാൾ മുമ്പ് രേണുസുതിയുടെ ഫ്രണ്ടായ സജീന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് രേണുസുതിക്ക് ക്യാൻസർ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്താണ് ഈ വീഡിയോ ഇട്ടത്. ഈ വീഡിയോയിൽ സജീനയുടെ ക്യാപ്ഷൻ രേണുസുതി അത്യാസന്ന നിലയിൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിനെതിരെ ഇവൻ വീഡിയോ ഇട്ടിരുന്നു സജീന ഇങ്ങനെ ഇട്ടെന്ന് പറഞ്ഞോണ്ടേ. സജീനയുടെ പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല, ഒരാൾ ഇങ്ങനെ ഇട്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ വീഡിയോ ഇട്ടത്. സജീന ഇവനോട് സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ട്, നമുക്കത് നോക്കാം. നിനക്ക് റീച്ച് ആണ് ഉദ്ദേശമെങ്കിൽ നീ നിന്റെ കാര്യം രീതിയിൽ എടുത്തിടണമായിരുന്നു. നീ ബാക്കിയുള്ളവരെ എടുത്തിട്ടുണ്ടാക്കേണ്ട ആവശ്യം എന്തായിരുന്നു? എനിക്കിഷ്ടമുള്ളതാണെങ്കിൽ ഞാൻ പോസ്റ്റ് ഇട്ട് കാര്യം നിനക്കെന്തുവാ? അതിനെ ബാധിക്കപ്പെട്ടവർക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെ നിനക്കെന്തുവാ ടെൻഷൻ? അത് കാര്യം
ഞാൻ വേറൊരു സ്ഥലത്തേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിന് റീപ്ലൈ തരാത്തത്. പിന്നെ ഈ പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് റീച്ചിന് വേണ്ടിയിട്ട്, എനിക്ക് റീച്ച് ഉണ്ടാക്കാനായിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനലും ഇല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ 24 മണിക്കൂറും കയറി കുത്തിയിരിക്കുന്ന ആളുമല്ല. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അത്യാസന്ന നിലയിൽ നിന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാത്രമാണോ പോസ്റ്റ് ഇട്ടത്? എത്ര ആൾക്കാർ പോസ്റ്റ് ഇട്ടിരുന്നു? അപ്പോൾ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് ഏൽക്കുകയാണോ ചെയ്യുന്നത്? പിന്നെ എന്റെ പോസ്റ്റിൽ ഞാൻ ഒരിടത്തും ഞാൻ എന്താ പറയാ സജീന എന്ന് പറയുന്ന ആളെ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല, സജീന എന്നൊരു പേര് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എന്റെ പോസ്റ്റിന്റെ സൗകര്യത്തിന് എടുത്തത്. നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് ഇട്ട് നിങ്ങളുടെ സൗകര്യത്തിന് ഇടുന്നുണ്ട്, അതിന് ഞാൻ നിങ്ങളുടെ പോസ്റ്റിന് അടിയിൽ ഒരു കമന്റ് ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയില്ലേ. എന്റെ പോസ്റ്റൊക്കെ എങ്ങനെ ഇടണം, ഏതൊക്കെ ഇടണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അന്നേരം ഒന്നും പൊങ്ങാത്ത ഒരു വാക്കുകൾ മര്യാദയ്ക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന വരെ മോശമായിട്ട് ഒരു വാക്കും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങൾ ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ട്, പറ്റുന്ന പോലെ തന്നെ ഞാനും ഇടയ്ക്ക് റീപ്ലൈ തരാറുണ്ട്. വിളിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ മെൻഷൻ ചെയ്ത് നിങ്ങളെ ഞാൻ മെൻഷൻ എവിടെയെങ്കിലും സജീന ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് കാര്യമാണ്. രേണു അത്യാസന്റെ നല്ല രേണു മരിക്കാൻ കിടക്കുന്നു പറഞ്ഞ് എത്രയോ ആൾക്കാർ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ശരിയാണോ? അല്ലെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഇത് നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് കയറി ഏൽക്കുകയാണോ ചെയ്യുന്നത്? എന്റെ പോസ്റ്റ് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലോ എന്റെ ഫേസ്ബുക്കിൽ ഇട്ടുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് റീച്ച് എന്ന് പറയുന്ന സാധനം ഒന്നും ഉള്ള ആളല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് റീച്ച് ഉണ്ടാക്കി ജീവിക്കുന്ന ആളുമല്ല, അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നത്. എനിക്ക് അത് മതി, അല്ലാതെ എനിക്കൊരു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ പോലും ഇല്ല, അറിയാലോ. അതുകൊണ്ട് ഞാനിടുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ വന്ന് കയറി തോണ്ടാൻ നിൽക്കണ്ട. അതുപോലുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഞാൻ എന്ത് പോസ്റ്റ് ചെയ്യണം, എന്ത് വീഡിയോ ചെയ്യണം എന്നുള്ള ഉത്തരവാദിത്തം എനിക്കാണ്, എന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തമാണ്. അതിൽ ആരും വന്ന് എനിക്ക് സജഷൻ തരേണ്ട ആവശ്യമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ പറയും, പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നെ നീ പറഞ്ഞല്ലോ, നിങ്ങളെയാണോ പറഞ്ഞത്? ഈ ആദ്യമേ ഈ പോസ്റ്റ് ഇടുന്ന ഞാനാണ്. അവളെ രാവിലെയാണ് അഡ്മിറ്റ് ചെയ്തത്, ആരും അറിഞ്ഞിരുന്നില്ലല്ലോ, അറിഞ്ഞവരാരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചില്ലല്ലോ. എന്റെ അടുത്ത് നേരിട്ട് രേണുവിന്റെ ചേച്ചി പിടിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്, മനസ്സിലായ? രാവിലെ അഡ്മിറ്റ് ചെയ്ത രേണുവിന്റെ കാര്യം ഞാൻ അറിയുന്നത് വളരെ വൈകുന്നേരമാണ്, ഒരു 5:30, 6, 7 മണിക്ക് ഉള്ളിലാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ഞാൻ ഇട്ടതിന് ശേഷമാണ് വേറെ പോസ്റ്റുകൾ വന്നത്, മനസ്സിലായി? അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തം ഞാൻ തന്നെയാണ്, എനിക്ക് പൊള്ളും കേട്ടോ. സത്യം പറയുവാണെങ്കിൽ രേണുസുതിക്ക് ഇല്ലാത്ത കുഴപ്പമാണ് ഇവന്. രേണുസുതിക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ റിപ്ലൈ ആയിട്ട് വരുന്ന എന്തിനാണ്? സജീന രേണുസുതി എന്നൊക്കെ പറയുവാണെങ്കിൽ ഇവർ ഫ്രണ്ട്സ് ആണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പരസ്പരം സംസാരിച്ച് തീർക്കട്ടെ. പെണ്ണുങ്ങളുടെ പ്രശ്നം അവർ തീർക്കട്ടെ. ഇവൻ എന്തിനാണ് അതിന്റെ ഇടയിൽ പോയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്? അതിന് തീർപ്പുണ്ടാക്കാനായിട്ട് ഇവൻ ആരാണ്? ഇവൻ എങ്ങനെ പോസ്റ്റ് ഇടണമെന്ന് ഇവൻ തീരുമാനിച്ചാൽ പോരാ. ഇവൻ റോങ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ പോസ്റ്റ് ഇടുന്നത്. അത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്നു. രേണുസുതി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ലെന്ന് രേണുസുതിയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതിലും വലിയ പ്രൂഫ് വേണ്ടല്ലോ. പിന്നെ നീ പറയുന്നത് ശ്രമിച്ചെന്ന്. സത്യം പറയുവാണെങ്കിൽ നീ രേണുസുവിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയതാണോ, കിച്ചുവിനെ കൊടുക്കാൻ നോക്കിയാണോ? നീ ഇട്ട വീടിന്റെ താരം വന്ന കമന്റുകൾ നീ നോക്കാത്തത്? അതിന് റിപ്ലൈ കൊടുക്കാത്തത്? നീ അങ്ങനെ ആയിരുന്നെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത്? എല്ലാവരും അരിയാഹാരം കഴിച്ചു കിടക്കുന്നത്, മനസ്സിലായ? അപ്പൊ ഈ പറഞ്ഞ കണക്ക് എനിക്ക് നിന്റെ അടുത്ത് ഒരു വൈരാഗ്യമില്ല, ഒരു ഉദ്ദേശമില്ല. അപ്പൊ നീ കയറി വലിയൊരു ഹൈ സ്കോറിൽ കയറി ഭയങ്കര അന്ന് തുടക്കം മുതലേ രേണുസുതിക്ക് വേണ്ടി പടവെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ, മനസ്സിലായ? അപ്പൊ അത് റീച്ചിനാണെന്ന് നീയൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു ഉണ്ടയും ഇല്ല പറയാൻ, തിരിച്ച് മറുപടി പറയാൻ, മനസ്സിലായ? റീച്ച് കിട്ടിയിട്ടുള്ളതാണ് നെഗറ്റീവ് പറഞ്ഞവർക്കാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. രേണുസുതിയെ കുറിച്ച് പോസിറ്റീവ് പറഞ്ഞാൽ വ്യൂസ് കിട്ടത്തില്ല, നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമേ വ്യൂസ് കിട്ടുള്ളൂ. ആ കാര്യം ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. മൂപ്പൻ ബ്ലോഗ് ആണെങ്കിൽ രേണുസുതിയെ കുറിച്ച് പോസിറ്റീവ് തന്നെയാണ് പറയുന്നത്. പുള്ളിക്ക് അത്യാവശ്യം വ്യൂസ് ഉണ്ട്. നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും കിട്ടുന്നത് റീച്ചാണ്. ഈ രേണുസുതി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേനും ഞാൻ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്, നെഗറ്റീവായിട്ട് പറയുമ്പോഴത്തേനും നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. രണ്ടിനും അത്യാവശ്യം വ്യൂസ് കിട്ടാറുണ്ട്. അന്നോട്ട് ഇന്ന് ഈ നിമിഷം വരെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ കൂടെ നിൽക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടെങ്കിൽ അതിന് തക്കതായ ഏതെങ്കിലും കാര്യങ്ങൾ കാണും, അത് എന്റെ ഇഷ്ടമാണ്, മനസ്സിലായ? അപ്പൊ ഇയാൾ അതെടുത്ത് ചെയ്തപ്പോൾ ഇയാൾക്ക് അതിന് താഴെ വന്ന കമന്റുകൾ ഇയാൾ നോക്കിയാൽ മനസ്സിലാവില്ല അത് ആരെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞു എന്നുള്ളത്. കാരണം ഈ പോസ്റ്റ് ഞാനാണ് ആദ്യം ഇട്ടത്, അത് കഴിഞ്ഞാണ് ബാക്കിയുള്ള ഇട്ടത്. അത് ഈ രേണുവിനെ രാവിലെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നതിന് മുന്നും അതിന്റെ തലേന്ന് ചങ്ങനാശ്ശേരിയിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും അവളുടെ വീട്ടുകാർ എന്നെ ഡെയിലി വിളിക്കാറുണ്ട്. അവളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവളോ ഒക്കെ വിളിക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. എനിക്കറിയാമായിരുന്നു നിങ്ങൾ വേറെ വൈകി അറിഞ്ഞതിൽ ഞാൻ ഉത്തരവാദിയല്ല, എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിലൊന്നും യാതൊരു എന്താ പറയാ ഒരു തെറ്റായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അതെന്റെ ഉത്തരവാദിത്വം അല്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊന്നും റീച്ച് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കാനൊന്നും നടക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ അറിഞ്ഞത് തന്നെയാണ്. പിന്നെ എന്താ പറയാ അത്യാസന്റെ നിലയിൽ നിന്ന് നിങ്ങൾ മാത്രമാണോ? ദിയാസന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വേറെ ആരൊക്കെയോ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇല്ലേ? അത്യാസന്റെ നിലയിൽ നിന്ന് പറയും. പിന്നെ നിങ്ങൾ ഇത് സ്വയമായിട്ട് കേൾക്കുന്നതിന് ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ സൗകര്യമാണ്. ഞാൻ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി ഞാൻ പറഞ്ഞു, അത്ര തന്നെ. അത്യാവശ്യം നിലയിൽ പറയാം, എനിക്ക് തോന്നി അത് എന്റെ ഇഷ്ടം, എനിക്ക് അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു. അതിപ്പോ ആർക്ക് എത്ര പ്രശ്നം, അത്രേ എനിക്കും പറയാനുള്ളൂ. അവരൊരു വ്യക്തി സ്വാതന്ത്ര്യം എന്ത് പറയണം ഏത് പറയണം എന്നുള്ള അതിനെ റിയാക്ട് ചെയ്യുമ്പോഴല്ലേ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഇയാൾ പേര് വേണ്ടി പറയാൻ തരുന്നത് ഒരു അന്തസ് ഉണ്ടായിരുന്നല്ലോ. എന്റെ പേരെങ്കിലും പറയാം, എന്റെ പേരോ അല്ലെങ്കിൽ വ്യാസയുടെ ആരെങ്കിലും പേര് പറയാൻ തരുന്നു. ഇപ്പൊ RIP എന്ന് പറഞ്ഞ ഒരുത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനെതിരെ ഞാൻ പ്രതികരിച്ചു. ഞാൻ അങ്ങനെ നിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ തെറ്റല്ല. പിന്നെ ഞാൻ എന്ത് പോസ്റ്റ് ചെയ്യണോ ഏത് പോസ്റ്റ് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് മോശമായി പോയി ചേച്ചി, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ സജീനായിട്ട പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഞാൻ നിങ്ങളെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിൽ കാര്യമുണ്ട്. ചുമ്മാ ആവശ്യമില്ലാത്ത ഇല്ലാത്ത കാര്യത്തിന് പറയല്ലേ. എന്റെ പോസ്റ്റ്, എന്റെ ഫോണ്, എന്റെ ID, അത് എന്റെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ അതെ സെയിം അതേപോലെ തന്നെ നിങ്ങൾക്കും ഒരു സംഭവം ഒരാളെ വിമർശിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്താഗതി പാടില്ല. ഞാൻ നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ നല്ല ഒരു യൂട്യൂബേഴ്സിന്റെ പേര് ഞാൻ ഒരിടത്തും മെൻഷൻ ചെയ്തിട്ടില്ല.
ആ ടൈമിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ഇത് കാണുന്നത്. ഏതോ കുറേ സംഭവങ്ങൾ രേണു അത്യാസന്റെ നിലയിൽ, ശരിക്കും പറയാൻ നിങ്ങളുടെ പോസ്റ്റ് ഒന്നും അല്ല ഞാൻ കാണുന്നത്, രേണു അത്യാസന്റെ നിലയിൽ എന്ന് പറഞ്ഞത് ന്യൂസ് ചാനലിലെ പോസ്റ്റാണ് ഞാൻ കാണുന്നത്. അത് കണ്ടിട്ടാണ് ഞാൻ എന്നാ വീഡിയോസ് അവിടെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങളെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നിങ്ങൾ ഇട്ട ഒരു സാധനം വിമർശിക്കാൻ പാടില്ല എന്ന് പുറത്ത് പറയാൻ പാടില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അതിൽ വിമർശിച്ചു. ഇതിപ്പോൾ സജീനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത്രേ ഉള്ളൂ. അതിന് മേളിലേക്ക് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളത് അല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്ത രീതിയിൽ പോവുക, അത് തന്നെ. അല്ലാണ്ട് ഞാൻ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തിട്ട് അതിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയാനായിട്ട് ഞാനിടുന്ന വീഡിയോ അല്ലെ ഞാനിട്ട പോസ്റ്റിനെതിരെ നീ വിമർശിക്കാൻ പാടില്ലടാന്ന് പറയാൻ മാത്രം സജീന അല്ലല്ലോ എന്റെ ഫോൺ കൈകാര്യം ചെയ്യുന്നത്, ഞാനാണ്. എടാ നീ ഓപ്പൺ ആയിട്ട് പറയാൻ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നീ അത് പോസ്റ്റ് ചെയ്യല്ലേ ഇത് പോസ്റ്റ് ചെയ്യല്ലേ എന്തിനാ അത് പോസ്റ്റ് ചെയ്തെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. അത് എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യം ഉള്ള കണക്കാണ് എല്ലാവർക്കും എനിക്കും ഉണ്ട്, നിനക്കുള്ള കണക്കാണ് എനിക്കും ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടങ്ങളല്ലേ, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളത്. നിന്റെ അടുത്ത് ഞാൻ അങ്ങനെ വല്ലതും ചോദിച്ചാൽ നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, നീ എന്തിനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്നൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഇത് ആദ്യം ഞാനാണ് ഇട്ടത്. നീ അത് ടൈമുകൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഇപ്പൊ നീ ഒരു കാര്യം ചെയ്തു, അത് കഴിഞ്ഞ് എത്രയോ മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ചെയ്തിട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഈ ഒരു കാര്യത്തെ പരാമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് മനസ്സിലാവും നിന്നെ തന്നെയാണെന്നുള്ളത്. അരിയാഹാരം കഴിച്ച് കിടക്കുന്നവരല്ലേടാ നമ്മള്. അത്രേ ഉള്ളൂ. പക്ഷെ അതാണ് അതീവ ഗുരുതരാവസ്ഥയൊന്നും ഞാൻ എഴുതിയിട്ടില്ല, അത്യാസന്ന നിലയിൽ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ക്യാപ്ഷൻ കൊടുത്തത്. പക്ഷേ ഉടനെ തന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് കറക്റ്റായിട്ട് അവൾക്കുള്ള മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞ ആ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മനസ്സിലായി? അവർ പറഞ്ഞ് അവൾക്ക് ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, അങ്ങനെ അത് തന്നെയാണ് ഞാൻ ഇട്ടത്. അല്ലാതെ അവൾ ഗുരുതരാവസ്ഥയിലാണ്, സീരിയസ് ആണെന്നൊന്നും ഞാൻ ഇവിടെയും പറഞ്ഞിട്ടില്ല. അർഷാദേ, ഇവിടെ നീ ഇട്ട ആ വീഡിയോ നമ്മൾ ഈ രേണു സുധിക്കെതിരെ അതിമോശമായ രീതിയിൽ വീഡിയോ ഇടുന്ന ഒരു ഗ്യാങ് ഉണ്ട്. മഞ്ജു ആന്റണി, പിന്നെ ഇത് വിനി എന്ന് പറയുന്ന ഒരുത്തി, പിന്നെ രമ്യ, അങ്ങനെ കുറെ ടീമുണ്ട്. ആ ടീമിലുള്ള ഒരുത്തി അതെടുത്ത് മെൻഷൻ ചെയ്ത് ഇട്ടിട്ട് ഞങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. മനസ്സിലായി? ആ വീഡിയോ ആണ് ഞാൻ കണ്ടത്, അതുകൊണ്ടാണ് നിന്റെ ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിനൊരു റിയാക്ഷൻ വീഡിയോ ഞാൻ ഇപ്പൊ ചെയ്ത് ഞാനത് അപ്ലോഡ് ചെയ്യും. നിന്റെ പേര് ഞാൻ അത് പരാമർശിക്കുന്നുണ്ട് കേട്ടോ. മോശമായിട്ടൊന്നുമല്ല, നിന്നെ ഞാൻ വിളിച്ചു സംസാരിച്ചപ്പോൾ നീ വേറെ പിന്നെ ഒരുപാട് പേരുടെ പോസ്റ്റ് കണ്ട് അതനുസരിച്ചാണ് നീ അത് ഇട്ടത് എന്ന് ആൻഷാദ് എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു. ഞാനുമായിട്ട് കോൺടാക്ട് ഉള്ളവനാണ്, ഞാൻ ശത്രുത ആവാനൊന്നും ഒരു ഇതുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ നിന്നെ പേരും കൂടെ മെൻഷൻ ചെയ്ത് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിനക്ക് പറ്റുമെങ്കിൽ ഒരു വോയിസ് ഇട്ട് തന്നാൽ ഇപ്പം ഞാനത് ആഡ് ചെയ്യാം. അതായത് ഒരാളെ മാത്രം മെൻഷൻ ചെയ്തല്ല ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ അങ്ങനെ അത്യാസന്റെ നിലയിൽ ഗുരുതരാവസ്ഥയിൽ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിരിക്കുന്ന കണ്ടിട്ട് സത്യാവസ്ഥ ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് ഞാൻ അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഇടുന്നെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇല്ല ചേച്ചി, അങ്ങനത്തെ ഒന്നും വോയിസ് ഒന്നും ഞാൻ തരൂല. നിങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ ഒരു വോയിസ് ഉണ്ട് നിങ്ങളുടെ, എന്താണ് ഞാൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത്. ഞാൻ റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ല, ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് അല്ല, ഒരു യൂട്യൂബ് ചാനൽ പോലും എനിക്കില്ല. അങ്ങനെയുള്ള ഞാൻ എന്നെ വെളുപ്പിച്ച് കാണിച്ചുകൊണ്ട് നിങ്ങൾക്കും പ്രത്യേകിച്ച് ഗുണമില്ല, എനിക്കും പ്രത്യേകിച്ച് ഗുണമില്ല. ഇനി മുതലാണെങ്കിലും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ വരുമാനം തേടാനായിട്ട് ആഗ്രഹവും എനിക്കില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു വോയിസ് ഇട്ട് ഇപ്പൊ സജീന ചേച്ചീനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞൊരു വോയിസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയായിരിക്കും, ചിലപ്പം കുറെ ആൾക്കാരെ വന്ന് കൈയടിക്കുമായിരിക്കും. എനിക്ക് അതിന്റെ ആവശ്യമില്ല. സജീന ചേച്ചീനെ എന്നല്ല, ഞാൻ ഇത് ആരെ ഉദ്ദേശിച്ചിട്ടല്ല, ഞാൻ കുറെ സംഭവങ്ങൾ കണ്ടിരുന്നു, അതിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എനിക്ക് അങ്ങനത്തെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സത്യം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് നാണമില്ല ഇവന്റെ ഒക്കെ കാല് പോയി പിടിക്കാനായിട്ട്. അതായത് അവൻ പറഞ്ഞ ആരോപണം സജീനെ കുറിച്ചിട്ടല്ലെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് ഇട്ട് കൊടുക്കാനായിട്ട്. അതിന്റെ ആവശ്യം എന്താണ്? സജീന അങ്ങനെ തമ്പനയിൽ വെച്ചതല്ലേ. എനിക്ക് ഈ വോയിസ് കേട്ടിടത്തോളം എനിക്ക് തോന്നുന്നു സജീനയ്ക്ക് അത്യാസന്ന നിലയിൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം അറിയത്തില്ലെന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്. അതങ്ങ് പറഞ്ഞാൽ പോരെ, എനിക്കൊരു തെറ്റ് പറ്റി, അത്രയും പറഞ്ഞാൽ മതി. ഇവൻ വന്നിട്ട് സജീനയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും നിങ്ങൾ പറഞ്ഞിട്ട് അവനോട് അത് ചോദിച്ചപ്പോഴും നിങ്ങളെ നാണം കെടുത്തിയില്ലേ? രേണുസുതി ആണെങ്കിലും സജീന ആണെങ്കിലും ഫ്രണ്ട്സ് ആണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കണം. അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ഇവൻ ശ്രമിച്ചു. ഇവനോട് പറയുന്നതിലും ഭേദമല്ലേ രേണുസുതിയോട് നേരിട്ട് പറയുക, ഞാൻ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടു, അത് ഞാൻ അങ്ങനെ ഓർത്ത് ഇട്ടതല്ലെന്ന്. ഇവനോട് പോയി കാല് പിടിക്കേണ്ട ഒരാവശ്യമില്ല. അവന്റെ വായി നല്ലപോലെ കേട്ടില്ലേ? ഒരിക്കലും നമുക്കൊരു നെഗറ്റീവ് ഉണ്ടായെങ്കിൽ നെഗറ്റീവ് ഉണ്ടാക്കിയ ആളുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഒരിക്കലും ഹെൽപ്പ് ചോദിക്കരുത്. അങ്ങനെ ചോദിക്കുമ്പോഴത്തേനും നമുക്ക് വീണ്ടും അത് ഉപദ്രവമായിട്ടേ മാറത്തുള്ളൂ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കിച്ചുവിനെതിരെ വ്യാജമായിട്ടുള്ള ഒരു പരാതി ഉന്നയിച്ചതിന്റെ പേരിൽ ഇവനെതിരെ കേസ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവന്റെ അമ്മയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ വന്നിട്ട് ഇവൻ അവനെ നാറിയിട്ടൊക്കെ വിളിച്ചിട്ട് വീഴിയിടുന്നു. ഇവൻ അതിന്റെ വല്ല ആവശ്യമുണ്ടോ? കഴിഞ്ഞ ദിവസം രേണുസുതി കിച്ചുവായിട്ട് എനിക്കിനി ഒരു ബന്ധമില്ലെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവൻ തന്നെ പറയുന്നുണ്ട് ഇവൻ രേണുസുതിയുടെ ഫ്രണ്ടാണെന്ന്. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. മറ്റൊരു രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. കൂടുതൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഈ തലച്ചുമടിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവനെ കല്ലെറിയും. ഇതൊക്കെ വെറുതെ വന്നിട്ട് രേണുവിനെ വെളുപ്പിക്കാനായിട്ട് പറയുന്നൊന്നുമല്ല. സത്യം പറയുവാണെങ്കിൽ രേണുസുതിയുടെ അറിവോടുകൂടിയാണോ അറിവില്ലാതെയാണോ ഇവൻ ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. അതായത് രേണുസുതി ആത്മഹത്യക്ക് ശ്രമിച്ചു, കിച്ചു ആണ് അതിന്റെ കാരണക്കാരെന്ന് ഇവൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കിച്ചു ലീഗലായിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ ഇവൻ കുടുങ്ങും. ഇവൻ മാത്രമല്ല, ഇവനെ ആരാണ് ഇതിന് പ്രേരിപ്പിച്ച് അവരും കുടുങ്ങും. ഗൈസ്, എന്തൊക്കെയായാലും എനിക്ക് ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.